ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനാണെങ്കിൽ ഒരു വൈറൽ ഫേസ് മാസ്ക് ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. കുറേ നാളുകൊണ്ട് അതൊന്ന് ചെയ്ത് നോക്കണം, ചെയ്തൊക്കെ എല്ലാവരും ചെയ്ത് നല്ല റിസൾട്ടൊക്കെ പറയുന്നത്, എല്ലാവരും പോസിറ്റീവ് ആണ് പറയുന്നത്. അപ്പോൾ എനിക്കും ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഇത് കഴിഞ്ഞെന്ന് തോന്നുന്നു, ഇപ്പോൾ ആരും അങ്ങനെ ചെയ്തില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ എപ്പോഴും ചെയ്യാൻ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു സാധനം ഇല്ലായിരിക്കും. നമ്മുടെ മുട്ടയുടെ വെള്ളയും കാപ്പിപ്പൊടിയും കൊണ്ടിട്ട് ടിഷ്യൂ വെച്ചിട്ട് ഉണക്കിയിട്ട് വലിച്ചെടുക്കൂലേ, അത് തന്നെ സംഭവം. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യാൻ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു സാധനം കാണത്തില്ല. ഒന്നെങ്കിൽ കാപ്പിപ്പൊടി കാണത്തില്ല, കാപ്പിപ്പൊടി ഉള്ളപ്പോൾ മുട്ട കാണില്ല, അങ്ങനെയാണ്. അപ്പോൾ രണ്ടും ഉള്ളപ്പോൾ ടിഷ്യൂ കാണില്ല. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം വേണമല്ലോ. ഇപ്പം നമ്മളെല്ലാം റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഫേസ് മാസ്ക് ട്രൈ ചെയ്യുന്നത് എന്താവും എന്ന് എനിക്കറിയാം. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും സജസ്റ്റും ചെയ്തു. എൻ്റെ സ്കിന്നിന് ഇപ്പം സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പരീക്ഷിക്കാൻ പറ്റിയൊരു സ്കിന്ന് വേണമല്ലോ. എല്ലാം ഉള്ളൊരു സ്കിന്ന് എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ ദൂരെ നിൽക്കുന്നതാണ് കണ്ടാ കറുത്ത പാട്, പിന്നെ വൈറ്റ് ഹെഡ്സ് ഉണ്ട്, എല്ലാം എൻ്റെ മുഖത്തുണ്ട്. ഇപ്പം ഈയിടെയായിട്ടാണ് കുരു ഇത്രയും കൂടി വരുന്നത്. നേരത്തെ ഇത്രയും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് മുട്ടയൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതായിരിക്കും നല്ലപോലെ കുരുണ്ട്. പിന്നെ ഞാൻ തന്നെ അത് പൊട്ടിക്കും, പിന്നെ അത് കറുത്ത പാടാവും. അങ്ങനെ മെനയാണ് വേണ്ട. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോ. എനിക്കും ഭയങ്കര ഇത് ഉണങ്ങുമോ എന്തുവാ, അപ്പോൾ ഇളകി വരുമോ, എല്ലാവരും ഇളക്കുന്നതിന് കണ്ടിട്ട് എനിക്കും ഇൻട്രസ്റ്റ് ആയി ശരിക്കും പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം എന്താവുന്നു. അപ്പോൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുട്ടയുടെ വെള്ളയും എന്താ പറയുക കാപ്പിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതാണിത്. പിന്നെ നമ്മുടെ ടിഷ്യൂ ഉണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു കുഞ്ഞു കണ്ണാടി കൂടെ എടുത്തിട്ടുണ്ട്, എനിക്ക് ജസ്റ്റ് ഒന്ന് നോക്കി ചെയ്യാൻ. പിന്നെ ഒരു ക്ലോത്ത്, ഈ ക്ലോത്ത് വെറുതെ ഇങ്ങനെ ഇട്ടേക്കാം, കാരണം എന്തെങ്കിലും പൊലിച്ച് വീണ് ഞാൻ കട്ടിലിരുന്ന് ചെയ്യുന്നത്. അപ്പം ദേഹത്തും ആവണ്ടല്ലോ, വീഴണ്ടല്ലോ എന്ന് കരുതി ഞാൻ വെറുതെ ഒരു ക്ലോത്ത് എടുത്തു കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് ചെയ്യുമ്പം ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാം. പൊട്ടങ്ങ് മാറ്റിയേക്കാം. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ ബ്രഷ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഈ ബ്രഷൊന്നും ഇല്ല കേട്ടോ, ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ടിഷ്യൂ എടുത്ത് വെച്ചേക്കാം. നമുക്ക് നോക്കാം. മുട്ടയ്ക്കൊരു വെളുത്ത സ്മെല്ലാണ് കേട്ടോ. മുട്ടയുടെ വെള്ളം ഒന്ന് ബ്രഷ് ഉണ്ടെങ്കിൽ രസമായിട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ കൈ കൊണ്ടാകുമ്പോൾ അത്രയും ഇതേ വരുമെന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ. ക്ലോത്ത് വെച്ചത് കാര്യം കേട്ടോ. നമുക്ക് ടിഷ്യൂ പേപ്പർ കുറച്ച് കൊടുക്കാം. ഞാനെന്ന് പറഞ്ഞാൽ ചുമ്മാ മുട്ടിക്കാം. വേറെ ഇതിലൊക്കെ കീറി വരുന്ന കേട്ടോ. ഗൈസ്, ഇതിൻ്റെ പുറത്ത് ലെയറായിട്ട് ഇടണം, അതാണ് സംഭവം. നമുക്ക് അടുത്ത ലെയറും കൂടെ ചെയ്യാം കേട്ടോ. നമുക്ക് ലെയറായിട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ടിഷ്യൂ ഒട്ടിക്കാം. സംസാരിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇതൊരു ചെറിയ പീസിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ശരിക്കും ഒരു ബ്രഷ് ഉണ്ടാകുന്നത് നല്ലതായിരുന്നു കേട്ടോ. കണ്ടോ,
ഇത്തിരി പാടാട്ടോ. ഗൈസ്, ഇപ്പം നമ്മൾ 2 ലെയർ ഇട്ടത്. ഇപ്പം എൻ്റെ മുഖം എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഗൈസ്. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്കെന്താ ഇത് സിനിമയിലൊക്കെ മറ്റേ എന്താ മേക്കപ്പ് ഇടുമല്ലോ, ഇങ്ങനെ പുള്ളി ഒക്കെ മേക്കപ്പ് ഇടുമല്ലോ, അപ്പോൾ അതുപോലെ എനിക്ക് തോന്നുന്നത് കേട്ടോ. യെസ്, എനിക്ക് സിനിമയിലെ മേക്കപ്പ് പോലെ തോന്നുന്നത് പൊള്ളിയിട്ട്. എന്തായാലും ഞാൻ ഒരുവിധം കംപ്ലീറ്റ് ആക്കി 2 ലെയർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ലെയർ ഇട്ടില്ല, കാരണം ഉണങ്ങുന്ന എനിക്ക് അറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താവുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഉണങ്ങിയാൽ മതിയായിരുന്നു. നിങ്ങൾ ബ്രഷ് കൈ കൊണ്ട് ഉപയോഗിക്കാതെ ബ്രഷ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം കയ്യിലാകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. ബ്രഷ് ആകുമ്പോൾ ജസ്റ്റ് എടുത്ത് ഒട്ടിക്കാൻ നമുക്ക് എളുപ്പമാണ്. ഇതിപ്പോൾ 2 കൂടെ പറ്റുമ്പോൾ ടിഷ്യൂവും കുളമാകും. അപ്പം അതുകൂടെ ശ്രദ്ധിക്കാം കേട്ടോ. ഞാൻ 2 ലെയർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഉണങ്ങി വരുമോ അറിയാം, നോക്കാം. വെയിറ്റ് ആൻഡ് സീ, നമുക്ക് നോക്കാം ഉണങ്ങുമെന്ന്. ഗൈസ്, എങ്ങനെ ഇത് ഉണക്കാനുള്ള പരിശ്രമത്തിലാണ് കേട്ടോ. ഞാനിങ്ങനെ ഫാനിൻ്റെ സ്പീഡൊക്കെ കൂട്ടിയിട്ട് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി ഓരോന്ന് ചെയ്യുകയാണ്. ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല എനിക്ക്. ഇതൊന്ന് ഉണങ്ങിയിട്ട് വേണമല്ലോ വലിച്ചിളക്കാൻ. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ കൂടെയാണ് ഞാൻ. അങ്ങനെ ഇത് 2 ലെയർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേ ഞാൻ ഇനി അത് ഉണക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഗൈസ്, എനിക്ക് ഒട്ടും സംസാരിക്കാൻ വയ്യ കേട്ടോ. കാരണം അത് ഉണങ്ങിയിട്ട് എനിക്ക് വാ തുറക്കാൻ പോലും വയ്യ. പിന്നെ ഞാൻ എന്താ 3rd ലെയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ടിഷ്യൂ കുറച്ച് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞു പീസാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ പ്രശ്നം വരത്തില്ല. അങ്ങനെയാണ് ഇതാ ഞാൻ 3rd ലെയർ ഇട്ടത്. 3rd ലെയർ ഇട്ടപ്പം എനിക്ക് കുറച്ചും കൂടെ ഉണങ്ങുന്നതായിട്ട് തോന്നി കേട്ടോ. പെട്ടെന്ന് ഉണങ്ങുന്ന പോലെ, കാരണം നനവ് വലിച്ചെടുത്തപ്പം നല്ല രസമുണ്ട്, പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന പോലെ തോന്നി. അപ്പം 3rd ലെയറും ഇട്ടു. 3rd ലെയർ ഇട്ടിട്ട് പിന്നെ ഞാൻ മുട്ട തേച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യാണ് ഇത് ഉണങ്ങുന്നത്. അപ്പോൾ ആ ലെയറും കൂടി ഇട്ടപ്പോൾ നന്നായിട്ട് കട്ടിക്ക് ഉണങ്ങുന്ന പോലെ, അപ്പോൾ കട്ടിയും കൂടി ഉണങ്ങുന്ന പോലെ തോന്നി കേട്ടോ. അപ്പം നമുക്കിനി വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം കൂടെ. അപ്പോൾ കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ ഉണങ്ങുമായിരിക്കും ഗൈസ്. അപ്പം നമ്മൾ ഫുൾ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 3:30 തുടങ്ങിയതാണ്. ഇപ്പോൾ ഒരു 4 മണി കഴിഞ്ഞു. അപ്പോൾ അരമണിക്കൂറോളം ആയപ്പോഴത്തേക്കും ഉണങ്ങി കേട്ടോ. ഞാൻ 3rd ലെയർ കൊണ്ട് ഇട്ടപ്പോഴാണ് പെട്ടെന്ന് ഉണങ്ങിയത്. അപ്പം നമുക്ക് റെഡി 1 2 3 സ്റ്റാർട്ടൊക്കെ പറഞ്ഞ് ഞാൻ ഇളക്കുക കേട്ടോ. അപ്പം ആദ്യം ഇളക്കിയപ്പോൾ ഈ മേളിൽ രോമം ഉള്ളത് കൊണ്ട് നമ്മുടെ ഈ മുടിയുടെ കുറച്ച് ഭാഗം കൂടെ ഒട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വേദന ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ നമ്മൾ വലിക്കുമ്പോൾ മുടിയും കൂടെ അല്ലേ വലിഞ്ഞ് വരുന്നത്. അപ്പോൾ ഓരോ മുടി വീതം വലിയുമ്പോൾ നമുക്കൊരു വേദനയാവുമല്ലോ. അങ്ങനെ അതിൻ്റെ ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മുഖത്തും ചെറിയ ഹെയർസൊക്കെ ഉണ്ട് കേട്ടോ. മീശയുടെ ഭാഗത്തായാലും താടി ഭാഗത്തായാലും ചെറിയ ഹെയർസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇളക്കുമ്പോൾ ചെറിയൊരു ഉറുമ്പ് കടിക്കുന്ന പോലത്തെ വേദന എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. കട്ടുറുമ്പല്ല, ചെറിയ ഉറുമ്പ് കേട്ടോ. ചെറിയൊരിത് ഫീൽ ചെയ്യും. നമുക്കിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ഒട്ടിയെങ്കിലേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് നനവുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ എൻ്റെ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. 3ാമത്തെ ലെയർ ഇട്ടപ്പോൾ അടിപൊളിയായിട്ട് ഉണങ്ങി നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറിയ രോമത്തിൻ്റെ ഒരു ചെറിയ വേദനയുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എന്താ ഇളക്കാണ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കൂടെ ആയിരുന്നു കേട്ടോ. ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് സക്സസ് ആയിട്ട് വരുന്നത്. സാധാരണ എന്ത് ചെയ്താലും ഫ്ലോപ്പ് ആവുന്നതാണ്. ഇതെന്തായാലും ഇപ്രാവശ്യം എന്തിനും ഉണങ്ങി ക്ഷമയോടെ കാത്തിരുന്നുകൊണ്ടാണ് തോന്നുന്നത്. പിന്നെ എനിക്ക് മെയിനായിട്ട് ക്ഷമയില്ല. എന്ത് ചെയ്താലും പെട്ടെന്ന് ഞാൻ ഇതാക്കും. അപ്പം എനിക്ക് ക്ഷമയില്ലായിരുന്നു. ഒട്ടുന്നില്ല. ഇതിപ്പോൾ 3rd ലെയർ ഇട്ടപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സന്തോഷമായി. പെട്ടെന്ന് ഉണങ്ങിയും കിട്ടി. പിന്നെ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇളക്കിയപ്പോൾ തന്നെ എനിക്ക് നല്ല ഒരു ഇത് ഫീൽ ചെയ്തു കേട്ടോ. എന്തായാലും നമുക്ക് ഇളക്കാം. സൈഡിലൊക്കെ ചെറുതായിട്ട് ഈ മുട്ടയുടെ ഉണങ്ങി പിടിച്ചിരിപ്പുണ്ട്. അങ്ങനെ സാരമില്ല. അങ്ങനെ നമ്മൾ ഫുൾ ഇളക്കിയിട്ടുണ്ട് ഗൈസ്. ഫുള്ളി ഇളക്കിയിട്ടുണ്ട്. കുറച്ച് നേരം അതിനകത്ത് നോക്കിയിരിക്കാൻ എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് മുഖത്തുണ്ടായെന്ന്. ഗൈസ്, ഇത്രയും നേരം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഈ സാധനം ഒട്ടിയിട്ട് ശരിക്കും നല്ല മാറ്റമുണ്ട് കേട്ടോ. സീരിയസ്ലി പറഞ്ഞതാ, എനിക്ക് തന്നെ ഫീൽ ചെയ്തേട്ടോ. ഞാൻ ഇങ്ങനെ മുഖം കഴുകിയിട്ട് വരാം. ഇതിപ്പം നന്നായിട്ട് ഉണങ്ങി കേട്ടോ. ഞാനൊരു അരമണിക്കൂർ എടുത്തു കേട്ടോ. ഈ സീരിയസ്ലി നല്ല കാണാൻ പറ്റുമ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് ഇതൊക്കെ ഒന്ന് പറയാം. നമ്മൾ സാധാരണ എന്ത് തേച്ചാലും വലിയ ഗുണമൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. കൊള്ളാലോ സംഭവം. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ.
ഞാനൊന്ന് മുഖമൊക്കെ കഴുകിയിട്ട് വരാം. ഇവിടെ എല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടോ, അപ്പം മുഖം കഴുകിയിട്ട് കാണാം. ഓക്കെ, ഞാൻ മുഖം കഴുകിയിട്ട് വന്നേക്കാണ്. വേറെ ഒന്നും ഇട്ട് കഴുകില്ല കേട്ടോ, ജസ്റ്റ് വെള്ളം മാത്രം ഉപയോഗിച്ച് കഴുകി. ഫേസ് വാഷും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. എനിക്ക് പ്രോപ്പർ ഫേസ് വാഷൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. അതിലേക്ക് കൊണ്ടായിരിക്കും മുഖം ഒന്നാതെ ഇങ്ങനെ ഇരിക്കുന്നത്. ഒന്നും പ്രോപ്പറായിട്ടൊന്നും ഇല്ല. ഞാനൊരു സൺസ്ക്രീൻ ഇടും, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് തുടച്ചെടുക്കാം. പക്ഷെ എനിക്ക് ഭയങ്കര ആദ്യമായിട്ടാണ് ഞാനൊരു സാധനം ഇട്ടിട്ട് ഇത്രയും ഇത് തോന്നുന്നത് കേട്ടോ, ഒരു എഫക്റ്റ് തോന്നുന്നത്. ഒരു ഇൻസ്റ്റൻറ്റ് ഒരു ഇതൊക്കെ തോന്നുന്നു കേട്ടോ, ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് കുറച്ച് ബ്രൈറ്റ് ആയ പോലെ. പിന്നെ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. മുഖമൊക്കെ ഭയങ്കരമായിട്ട് സോഫ്റ്റായി. പിന്നെ നമുക്ക് അത്ര ചൂടില്ലല്ലോ, മുട്ട നല്ല തണുപ്പല്ലേ, അപ്പോൾ ഒരു ചൂടൊന്നും തോന്നില്ല. നല്ല സ്കിൻ നല്ല തണുപ്പുമായി. പിന്നെ എന്താ, അതിട്ട് നമ്മൾ വലിച്ചെടുത്ത് തന്നെ തൊട്ട് പോകുമ്പോൾ ഭയങ്കര തണുപ്പാണ്. പിന്നെ ഭയങ്കര സോഫ്റ്റായ പോലെ തൊടുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, എത്രയായാലും നമ്മുടെ സ്കിൻ നമുക്ക് തൊടുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാട്ടോ സംഭവം. എൻ്റെ അടുത്ത് ഇങ്ങനെ പലരും പറഞ്ഞു അത് ചെയ്തു നോക്ക് എല്ലാവരും പറഞ്ഞു. എനിക്ക് ഇങ്ങനെ ഇത് പ്രശ്നമുണ്ട്, എനിക്ക് പണ്ട് തൊട്ടേ ക്ലിയർ സ്കിന്നല്ല, എപ്പോഴും കുരുവും കാര്യവും എല്ലാം കാണും. പിന്നെ ഞാൻ തന്നെ ഇങ്ങനെ നമ്മൾ ചുമ്മാ എന്ന് ചിന്താകുലിയാകുമ്പോൾ നമ്മൾ തന്നെ കുരുവെല്ലാം പൊട്ടിച്ച് അവിടെ എല്ലാം കറുത്ത പാടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു ആഴ്ച ഒരു 1-2 പ്രാവശ്യമൊക്കെ ഇട്ടാൽ നല്ലതായിരിക്കും എന്ന് തോന്നി. ഇപ്പോൾ ഒരു പ്രാവശ്യം ഇട്ടപ്പോൾ തന്നെ ഭയങ്കര രസമുണ്ട്. ഞാൻ എത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇങ്ങനെ ഇവിടെ നമുക്ക് ഒട്ടാത്ത ഭാഗവും ഒട്ടിയ ഭാഗവും കൂടെ ഒരു കളർ ചേഞ്ച് പോലെ നമുക്ക് തോന്നും കേട്ടോ. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, രസമുണ്ട്. അപ്പോൾ ആഴ്ച ഒരു 1-2 പ്രാവശ്യമൊക്കെ ചെയ്താൽ അടിപൊളിയായിരിക്കും. പിന്നെ ഈ വൈറ്റ് ഹെഡ്സ് കുറേ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, കുറച്ച് പോയിട്ടുണ്ട്, കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം എഫക്റ്റ് ആയിരിക്കുമല്ലോ അത്. ഇപ്പോൾ പൊങ്ങി വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇങ്ങനെ വീണ്ടും ഇടുമ്പോൾ കുറേയൊക്കെ മാറുമെന്നാണ്. അപ്പോൾ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്ന് കുറേ നാളുകൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തേ കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്ന വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഇത് കൊള്ളാം കേട്ടോ, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വലിയ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇത് നമുക്ക് മുട്ട ഓൾറെഡി നല്ല സാധനമാണ്. ഇപ്പം മുടിക്കായാലും തലയ്ക്കായാലും മുഖത്തിനൊക്കെ ആയാലും നല്ലതാണ്. മുട്ടയുടെ വെള്ളമൊക്കെ തലയിൽ വെച്ച് നല്ലതാണ് കേട്ടോ, താരനൊക്കെ പോകും. അപ്പം ആ മുട്ട എന്ന് പറഞ്ഞ സാധനം നല്ലതാണല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, വിശ്വസിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.